ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്, തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. വിശദമായ വാർത്തകൾ. സർക്കാർ ഉത്തരവിറക്കി ഫണ്ട് അനുവദിച്ചിട്ടും എരുമപ്പെട്ടി പഞ്ചായത്തിലെ പെൻഷൻ വിതരണം CPIM ഭരണസമിതി തടസ്സപ്പെടുത്തിയെന്ന ആരോപണം. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞ മാസം 19-ന് സർക്കാർ ഉത്തരവിറക്കി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എരുമപ്പെട്ടി പഞ്ചായത്തിലെ CPM നേതൃത്വത്തിൽ ഉള്ള ഭരണസമിതി പെൻഷൻ വിതരണം ചെയ്യാതെ നൂറുകണക്കിന് ആളുകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകിടം മറിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. പെരുന്നാൾ ദിനത്തിൽ പെൻഷൻ നൽകാതെ ഗുണഭോക്താക്കളെ കഷ്ടപ്പെടുത്തുകയും ഇത് 5 ദിവസം വരെ വൈകി വിതരണം ചെയ്തതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. എന്നിട്ടും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കിയെന്ന് വ്യാപകമായി വാർത്ത നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സർക്കാരിനെ കരിവാരി തേക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് പറഞ്ഞു. പെരുന്നാളിന് മുൻപായി അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ക്ഷേമ പെൻഷൻ ഗവൺമെൻറ് അത് നൽകിയിട്ടും അത് തടഞ്ഞു വെച്ച് സഹകരണ ബാങ്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ നേതൃത്വം അത് തടഞ്ഞു വെച്ച് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകാതെ UDF ഗവൺമെൻറ് പെൻഷൻ നൽകിയില്ല എന്ന കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും എരുമപ്പെട്ടിയിലെ CPMൻ്റെ നേതൃത്വം അത്തരത്തിലുള്ള വലിയ കുപ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം അതിൽ പരിശോധന നടത്തിയപ്പോൾ 26-ാം തീയതി പെൻഷൻ നൽകേണ്ട പണം ഈ CPM ഭരണ നേതൃത്വം നൽകുന്ന സൊസൈറ്റികളിലെത്തുകയും എന്നിട്ടും അത് നൽകാതെ തടഞ്ഞു വെച്ച് പെരുന്നാളിന് ശേഷം അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് CPM നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. മറ്റൊന്നല്ല, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും 26-ാം തീയതി പെൻഷൻ വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിയ സ്ലിപ്പുകളാണ് മുഴുവൻ. ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. 26-ാം തീയതി പെൻഷൻ കൊടുക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ച പണം അത് കൊടുക്കാതെ 4-5 ദിവസം ഈ പണം പൂഴ്ത്തിവെക്കുന്ന രീതിയിൽ രഹസ്യ സ്വഭാവത്തോടുകൂടി മാറ്റിവെച്ച് ഈ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതിയൊക്കെ പെൻഷൻ കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ അർഹതപ്പെട്ട ആളുകൾ, പെൻഷൻ വാങ്ങിച്ച് ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, അവരെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന ദുരിതത്തിലാഴ്ത്തുന്ന ഈ CPMന്റെ കാടത്തത്തിനെതിരെ ഇനി ഇത് തുടരാൻ സമ്മതിക്കില്ല. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രജിസ്ട്രാർക്കും വകുപ്പ് മന്ത്രിക്കും ഇന്ന് തന്നെ രേഖാമൂലം അതിന്റെ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പെൻഷൻ യഥാസമയം വിതരണം ചെയ്യാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ പ്രവൃത്തിയിൽ ദുരിതാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സഹകരണ രജിസ്ട്രാർക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ എന്നിവർ നേതൃത്വം നൽകി. You are watching VCV News.